വയനാ ദിനത്തിൽ പ്രകാശനം ചെയ്യപ്പെടുകയാണ് കോഴിക്കോട്ടുകാരിയായ 7ാം ക്ലാസ്സുകാരി എൽസയുടെ പുസ്തകം. ചെറുകഥകളും ഫിക്ഷനും എല്ലാമായി എൽസ പുസ്തകത്തിലൂടെ പങ്കുവെക്കുന്നത് കുഞ്ഞു മനസ്സിലെ കാഴ്ചകളാണ്. എൽസയുടെ കുഞ്ഞു ലോകമല്ല, വലിയ ലോകമാണ് ഈ പുസ്തകം. 7ാം ക്ലാസ്സിലെത്തുമ്പോൾ ആദ്യ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്നു. പുസ്തകത്തോടും എഴുത്തിനോടുമുള്ള അമിതമായ സ്നേഹം വായനാ ദിനത്തിൽ ഞാനും എന്റെ എൽസയുടെ വലിയ ലോകവുമായി പുറത്തെത്തുകയാണ്. 46 പേജുള്ള പുസ്തകത്തിൽ കുഞ്ഞു കണ്ണിലൂടെ കണ്ട കാഴ്ചകളും നിറങ്ങളും. എൽസയുടെ കഥകൾ നിറയെ കാഴ്ചകളുടെ വസന്തമാണ്. 2 മാസത്തെ മധ്യവേനലവധിയിലാണ് പുസ്തകം പൂർത്തീകരിക്കുന്നത്. കുഞ്ഞായിരുന്നപ്പോൾ അമ്മയ്ക്കെഴുതിയ കുഞ്ഞു കത്തുകളിൽ നിന്ന് തുടക്കം. ഇന്നിപ്പോൾ അത് വലിയ കഥ പറച്ചിലായി മാറി. എൻ്റെ അനുഭവങ്ങളും പിന്നെ അതിൻ്റെ കൂടെ ഫിക്ഷനും ആഡ് ചെയ്തിട്ടാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലുണ്ടായ ചില നല്ല അനുഭവങ്ങളും ചില അനുഭവങ്ങളൊക്കെ കൂട്ടിയിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ഫിക്ഷനൊക്കെ ആഡ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. എൽസയുടെ എഴുത്തിനോടുള്ള അടുപ്പം തിരിച്ചറിഞ്ഞ് അതിന് വഴിയൊരുക്കുകയായിരുന്നു പിതാവ് പ്രമീഷും അമ്മ ജിഷ തോമസും. സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കാൻ ശ്രമിക്കുമായിരുന്നു. പിന്നെ ഒരു 3ാം ക്ലാസ് ആ ഒരു സ്റ്റേജൊക്കെ ആയി തുടങ്ങിയപ്പോൾ ചെറുതായിട്ട് എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനൊരു പൂർണ്ണ രൂപം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ഉണ്ടാവാറില്ല സാധാരണ. പക്ഷേ അന്ന് മുതൽ ഇങ്ങനെ ചെറുതായിട്ട് എഴുതി തുടങ്ങുമായിരുന്നു. ഒരു 5th സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോൾ കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ എത്തിപ്പെട്ടിരുന്നു. 6th വെക്കേഷനിലാണ് ഇപ്പം ഈ പുസ്തകത്തിൻ്റെ കഥകൾ 2 മാസം കൊണ്ട് എഴുതി പൂർത്തിയാക്കിയത്. കോഴിക്കോട് ചെലവൂർ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എൽസ. വായനയ്ക്കും എഴുത്തിനുമൊപ്പം നൃത്തവും പാട്ടുമെല്ലാമായി വലിയ ലോകത്ത് ജീവിക്കുന്നു. ഇനിയും ഒരുപാട് എഴുതണമെന്ന ആഗ്രഹം. കടലെന്ന പോലെ ആഗ്രഹങ്ങൾക്കൊപ്പം ചേർന്നു നിൽക്കുകയാണ് ഒപ്പമുള്ളവർ. മേഘമാധവൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.